NCP സംസ്ഥാന ഘടകത്തിൽ ഭിന്നത PC ചാക്കോയുടെ നേതൃത്വത്തിൽ വിമത യോഗം ചേരുന്നു. കലൂർ റിന്യൂവൽ സെന്ററിലാണ് യോഗം നടക്കുന്നത്. തോമസ് കെ തോമസിനെ നീക്കി പുതിയ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരാനാണ് നീക്കം. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഈ അധികാര കലഹം ഏറെക്കാലമായി തുടരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കുട്ടനാട് പരാജയത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ശക്തി ആർജിക്കുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കുട്ടനാട് പരാജയത്തിനല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭൂജിരായതിന് പിന്നാലെ തന്നെ NCPയിൽ വലിയ തോതിലുള്ള ഭിന്നതയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഏതായാലും PC ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വിമത യോഗം എറണാകുളം കലൂർ റിന്യൂവൽ സെന്ററിൽ ചേർന്നിരിക്കുന്നത്. നേരത്തെ ഈ സംസ്ഥാന അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. NCPയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലടക്കം തോമസ് കെ തോമസിനെതിരെ വലിയ പടയൊരുക്കമുണ്ടായി. PC ചാക്കോ പാർട്ടിയെ നയിക്കണം, PC ചാക്കോ പാർട്ടിയെ നയിക്കൂ, പാർട്ടിയെ NCPയെ രക്ഷിക്കൂ എന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PC ചാക്കോയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് കലൂർ റിന്യൂവൽ സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ അധ്യക്ഷനെ, ഈ തോമസ് കെ തോമസിനെ മാറ്റി പുതിയ അധ്യക്ഷനെ, സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുക എന്നതാണ് ഈ മീറ്റിംഗിന്റെ ലക്ഷ്യം. PC ചാക്കോ തന്നെ ഒരുപക്ഷെ അധ്യക്ഷ പദവി സ്വയം ഏറ്റെടുത്തേക്കുമെന്നും വിവരങ്ങളുണ്ട്. നാളെ AK ശശീന്ദ്രൻ പക്ഷവും ഇത്തരത്തിൽ കോഴിക്കോട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ താൻ വാർത്തകളൊന്നും വിളിച്ചിട്ടില്ല, താൻ മീറ്റിംഗ് വിളിച്ചിട്ടില്ല എന്നാണ് AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ സംഭൂജിരായി പോയതിന് പിന്നാലെ ഇപ്പോൾ നിലവിൽ PC ചാക്കോ പക്ഷം ആലോചിക്കുന്നത് മറ്റ് ഘടകകക്ഷികൾ, അതായത് തങ്ങളെപ്പോലെ തന്നെ സംഭൂജിരായി പോയ മറ്റ് ഘടകകക്ഷികളുമായി ചേർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കിയാലോ എന്നൊരു ഒരു ചർച്ചയും നിലവിൽ ഈ PC ചാക്കോ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കനത്ത തോൽവിയായിരുന്നു മത്സരിച്ച എല്ലാ സീറ്റുകളിലും ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷനടക്കം എല്ലാവരും തോൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും 11 മണിക്കാണ് ഈ മീറ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ നമുക്ക് PC ചാക്കോ ഇപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. PC ചാക്കോ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുതിയ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെ തോമസ് കെ തോമസിനെ മാറ്റി പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുക എന്നതാണ് പ്രധാനമായും. ഒപ്പം തന്നെ NCPയിൽ നിന്ന് പിളർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്ന കാര്യമൊക്കെ തന്നെ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. ഏതായാലും വലിയ ഭിന്നത പാർട്ടിക്കുള്ളിൽ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിമത യോഗം എറണാകുളത്ത് നടക്കുന്നത്. മാധു, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ഇന്ധനവില വർദ്ധിച്ചു എന്ന് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന്